സാർ ഒരു വീഡിയോ കാണിക്കാം. പ്രേക്ഷകർ ഈ വീഡിയോ കാണണം. കാരണം ഇത് കൊല്ലത്തെ SNDPയുടെ ആസ്ഥാനത്തെ ഹെഡ് ക്വാർട്ടേഴ്സിലെ ഒരു ഗുരുദേവ മന്ദിരത്തിലുള്ള ഒരു ഹാളാണ്, പ്രധാനപ്പെട്ട ഹാളാണ്, അവിടുത്തെ പ്രാർത്ഥനാ ഹാളാണ്. ആ പ്രാർത്ഥനാ ഹാളിൽ നടക്കുന്ന പരിപാടിയാണ് ഈ പ്രേക്ഷകർ ഇപ്പോൾ കാണാൻ പോകുന്നത്. സർ, ഇത് പെന്തക്കോസ്ത് മിഷൻ്റെ പരിപാടിയാണ്. അവിടെയാണ് പ്രാർത്ഥന നടക്കുകയാണ്. പെന്തക്കോസ്ത് മിഷൻ്റെ അവിടെ ഈ ധ്യാന ഹാളിൽ, അതായത് ഗുരുദേവൻ്റെ ഇത് ബിംബം വെച്ചിരിക്കുന്ന അതിന് നേരെ മുന്നിലുള്ള ഹാളിലാണ് ഇത് നടക്കുന്നത്. വാടക കിട്ടുമെന്ന് പറഞ്ഞ് എന്തും കാണിക്കാന്നുള്ള അവസ്ഥയിലേക്ക് SNDP മാറിയോ? ഇതിനകത്ത് ഇപ്പോൾ ഒരു അടിസ്ഥാനപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു മറ്റ് മതത്തിൻ്റെ, ഏത് മതത്തിൻ്റെ ആയിക്കോട്ടെ, അവരുടെ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ അവരുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടോ SNDPയുടെ ആസ്ഥാനത്തിനുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു SNDP ഹാൾ കൊടുക്കുന്നതുകൊണ്ടോ ഒരു അപകടമോ ദോഷമോ ഉണ്ടെന്ന് തോന്നുന്നില്ല. അത് ഗുരുവിൻ്റെ ഒരു കാഴ്ചപ്പാടിനോടും ഗുരുവിൻ്റെ സമീപനത്തിനോടൊക്കെ ചേർന്ന് പോകുന്നതാണ്. പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഈ മറ്റേ പ്രാർത്ഥനയുടെ പേരിൽ നടത്തുന്ന ഈ അലർച്ചയും ബഹളവും രോഗശാന്തിയും എനിക്കൊന്ന് പെന്തക്കോസ്ത് സഭയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ പ്രവർത്തന രീതിയെക്കുറിച്ചിട്ട് തന്നെ ഒരുപാട് ആശങ്കകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഉദാഹരണത്തിന് രോഗശാന്തി, എനിക്ക് തന്നെ പരിചയമുള്ള പല ആൾക്കാരുണ്ട് ഈ രോഗം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കാത്ത ആൾക്കാർ. അപ്പോൾ അതൊക്കെ അത് ശരിക്കും പറഞ്ഞാൽ അതൊരു നമുക്കൊരിക്കലും അത് സ്വീകരിക്കാൻ പറ്റുന്നതല്ല, അല്ലേ? ഇപ്പോൾ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ആ രോഗത്തിന് ചികിത്സിക്കണം, അല്ലേ? മനുഷ്യത്വ വിരുദ്ധതയാണ്, അത് വിരുദ്ധതയാണ്, ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു പ്രക്രിയയ്ക്ക് ഇപ്പം പിന്നെ വാടക കിട്ടുന്നതാണെങ്കിലും ഒരു ഹാൾ നമ്മൾ കൊടുക്കും. വിശേഷിച്ചൊരു ഏത് സ്ഥാപനമാണെങ്കിലും ഇപ്പോൾ ഒരു വാടക കൊടുക്കുമ്പം ആരാണ് നടത്തുന്നത്, എന്തിനാണ് ഉദ്ദേശം, ഇതൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ പെന്തക്കോസ്ത് സഭയുടെ ഇത്തരത്തിലുള്ള ഈ ഒരു സമീപനം ഇതാണെന്നുണ്ടെങ്കിൽ ഇതെന്ത് സന്ദേശമായിരിക്കും സമൂഹത്തിലേക്ക് പോകുന്നത്? അല്ലെങ്കിൽ ഇപ്പോൾ SNDP എന്ന് പറയുന്നൊരു സമുദായത്തിൻ്റെ ഇത് പിന്നെ എന്താ പറയുക, മേൽനോട്ടം വഹിക്കുന്ന ആൾക്കാരെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇരിക്കുന്ന സാധനം. യഥാർത്ഥത്തിൽ അതല്ലെങ്കിൽ പോലും പക്ഷേ അവിടെ അത് കൊടുക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മൊത്തത്തിലുള്ള SNDP യോഗത്തിൻ്റെ ഭരണ നേതൃത്വത്തിൻ്റെ സ്വഭാവമാണ് അത് കാണിക്കുന്നത്. ഇപ്പോൾ ഈ വാടക കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ഒരു മാസ വാടകയ്ക്ക് ഇപ്പോൾ SNDPയുടെ ആസ്ഥാനത്തുള്ള ഈ കൊല്ലത്തെ SNDPയുടെ ആസ്ഥാനത്തെയാണെന്ന് തോന്നുന്നു ആ ഒരു ഇത് കണ്ടിരിക്കുന്ന സ്ഥാനം. അതിൻ്റെ അവിടെ ഇപ്പോൾ ഒരു ബാർ നടത്താനായിട്ട് ആരെങ്കിലും സമീപിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അനുമതി ലഭിക്കുമെന്നാണ് തോന്നുന്നത്. കാരണം ഒരിക്കൽ നമ്മുടെ SNDP യൂണിയൻ്റെ വൈസ് പ്രസിഡൻറ്റ് തുഷാർ വെള്ളാപ്പള്ളി ഒരിക്കലൊരു ടെലിവിഷൻ അഭിമുഖത്തിൽ പറയുന്നുണ്ടായിരുന്നു, ഗുരുദേവൻ ചെത്തരുത് കുടിക്കരുതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വിദേശ മദ്യം കഴിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ പേരിൽ ചിലപ്പോൾ ഒരു കള്ള് ഷാപ്പിന് ചിലപ്പോൾ ഒരു പക്ഷേ അനുമതി ചോദിച്ചാൽ വാടക കൊടുക്കാമെന്ന് പറഞ്ഞാൽ ചിലപ്പം SNDP യൂണിയൻ ചിലപ്പോൾ കൊടുക്കുന്നില്ലെന്നായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ചെത്തരുത് കുടിക്കരുത് എന്ന് ഗുരുദേവൻ പറഞ്ഞിട്ടുള്ളതിൻ്റെ പേരിൽ. മറിച്ച് ഒരു ബാറിന് ആരെങ്കിലും ഇത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു സൗകര്യം ചോദിക്കുകയാണെങ്കിൽ SNDP ആസ്ഥാനത്തിൻ്റെ അവിടെ കൊടുക്കേണ്ട ദോഷമില്ല. കാരണം കേരളത്തിലെ വലിയ ബാർ മുതലാളിമാരല്ലേ SNDP യൂണിയൻ്റെ പിന്നെ ജനറൽ സെക്രട്ടറിയും അതുപോലെ വൈസ് പ്രസിഡൻറ്റും എല്ലാം തന്നെ. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് അതിശയിക്കാനൊന്നുമില്ല. മറിച്ച് ഈ പറഞ്ഞതുപോലെ അവിടെയുള്ള ആ ഹാൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ SNDP തലസ്ഥാനത്ത് അല്ലെങ്കിൽ അതിൻ്റെ ആസ്ഥാനത്ത് ഹെഡ് ക്വാർട്ടേഴ്സിലുള്ളൊരു സ്ഥാപനത്തിനകത്ത് ഉള്ളൊരു വാടക ഹാളിൽ ഉദ്ദേശിക്കുന്നത് ഗുണപരമായ ചർച്ചകൾ. അതിനകത്ത് ജാതി മതമൊന്നും നോക്കേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പോൾ അത് ഏത് സംഘടനയായിക്കോട്ടെ, ഏത് മതത്തിൻ്റെ ആയിക്കോട്ടെ, ഒരു നല്ല ചർച്ചകൾക്കോ അങ്ങനെയുള്ള പ്രക്രിയകൾക്കോ കൊടുക്കുകൊണ്ട് യാതൊരു ദോഷവുമില്ല. പക്ഷേ ഇവിടെ അതല്ല, അത്ര ഒരു നോട്ടത്തിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ ഒരു വീക്ഷണം ആവശ്യമില്ല.
ഇപ്പോൾ ഇത്തരത്തിലുള്ള സംഘടനകളുടെ മുകളിലേക്ക് വരുന്നവർക്ക് ഒരു വീക്ഷണം വേണം. ഉദാഹരണത്തിന് കുമാരനാശാൻ ഇരുന്ന കസേരയിലാണ് ഇന്നിപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഇരിക്കുന്നത്, ഇല്ലേ? അതെ. അപ്പോൾ ഒരു പക്ഷേ ഇതിനകത്ത് ചിലപ്പോൾ ഒരു രാഷ്ട്രീയവും കണ്ടെന്നിരിക്കും. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയൻ്റെ ഒരു മനസാക്ഷിയുടെ രൂപമായിട്ടാണ് ഇന്നിപ്പോൾ സമൂഹത്തിൽ നിൽക്കുന്നത്. പിണറായി വിജയൻ മൂന്നാമതും അധികാരത്തിൽ വരും എന്ന് ഉറപ്പിച്ച് പറയുന്നതും വെള്ളാപ്പള്ളി നടേശനാണ്. പരസ്യമായിട്ട് പിന്നെ പിണറായി വിജയനും ഇടതു മുന്നണിക്കും വേണ്ടി പറയുന്ന ഒരു വ്യക്തിയാണ് വെള്ളാപ്പള്ളി നടേശൻ. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിൽ ഒരു പക്ഷേങ്കിൽ ഈ പെന്തക്കോസ്ത് സഭയ്ക്ക് ഇവിടെ ഇങ്ങനെ SNDPയുടെ ഈ ഹെഡ് ക്വാർട്ടേഴ്സിലെ ഹാളിൽ അവർക്ക് ഇത്തരത്തിലൊരു പരിപാടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ രോഗശാന്തിയാണോ, ഇപ്പം അല്ലെങ്കിൽ വിളിച്ചു കൂവിയുള്ള പ്രാർത്ഥനയാണോ, അതിനൊക്കെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ, ഒന്നാമത് ഇത്തരത്തിലുള്ള പ്രാർത്ഥനകളൊന്നും ശ്രീനാരായണ ഗുരു പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. അദ്ദേഹം ധ്യാനത്തിനെ കുറിച്ചിട്ട് ആണ് കൂടുതൽ പറയുന്നത്. പിന്നെ പ്രാർത്ഥന അദ്ദേഹം എഴുതി കൊടുത്തിരുന്നത് വീടുകളിൽ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ദൈവദശകമൊക്കെ എഴുതി കൊടുത്തിരുന്നത്. പിന്നെ ഇത്തരം ഒരു പ്രാർത്ഥന കേന്ദ്രങ്ങളായിട്ട് ഇത്തരമുള്ള സാധനങ്ങൾ മാറ്റാനും അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നില്ല. അപ്പോൾ അത് വ്യക്തിപരമായ ഓരോ വ്യക്തിക്കും ആന്തരികമായ ശുദ്ധിക്ക് വേണ്ടി, ആന്തരികമായ പരിവർത്തനത്തിന് വേണ്ടിയാണ് ഈ ക്ഷേത്രങ്ങളും മറ്റുമൊക്കെ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനൊരു വീക്ഷണം ഈ കസേരയിൽ ഇരിക്കുന്നവർക്ക് വേണം. ആ വീക്ഷണം ഉണ്ടെങ്കിൽ ഓരോ സംഗതികൾ വരുമ്പോഴും പെന്തക്കോസ്ത് സഭയുടെ തന്നെ മറ്റൊരു ചർച്ചയ്ക്കോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിനോ ഒക്കെയാണ് അത് സമൂഹത്തിന് ഗുണം ചെയ്യുന്നതാണോ, അതല്ലെങ്കിൽ കൂടുതൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്ന പ്രാർത്ഥനാ യോഗത്തിൽ അത്ഭുത രോഗശാന്തി നടന്നിട്ടുണ്ടോ ഇല്ലയോ, അത് പ്രോത്സാഹിപ്പിക്കാൻ പാടുള്ളതല്ലേ, അല്ലേ? അത്ഭുത രോഗശാന്തി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചില ആൾക്കാർ തലയിൽ കൈവച്ച തറയിൽ കിടന്ന് ഉരുണ്ട് ബഹളമൊക്കെ ഉണ്ടാക്കുന്നു. അത്തരം ഒരു സാധനമാണെങ്കിൽ അതിന് കൊടുക്കാൻ പാടില്ല. അതിന് ഈ വീക്ഷണം വേണം. മറിച്ച് അതല്ല, അവരൊരു ചർച്ചയ്ക്കാണ് അവർ സമീപിച്ചതെങ്കിൽ, അതല്ലെങ്കിൽ അവരുടെ മറ്റൊരു പ്രോഗ്രാമിനാണ് സമീപിച്ചതെങ്കിൽ കൊടുക്കൊണ്ട് തെറ്റുമില്ല. പക്ഷേ ഈ ഒരു വീക്ഷണം ഇല്ലാത്തതിൻ്റെ പേരിൽ അതിൻ്റെ ഒരു പ്രകടനമാണ് ഇപ്പോൾ ഇവിടെ കണ്ടത്. അപ്പോൾ ഈ പെന്തക്കോസ്തുകാരിങ്ങനെ വന്ന് ചോദിച്ചു, വെള്ളാപ്പള്ളി നടേശൻ SNDP യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി, അദ്ദേഹത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ നമ്മുടെ ഈ പ്രാർത്ഥനയ്ക്ക് ഇവിടെ അദ്ദേഹം ഹാൾ അനുവദിച്ചു. അപ്പോൾ അത് എന്തൊരു നല്ല നടപടിയാണ്. അപ്പോൾ ഈ കൊട്ടാരക്കരയും കൊല്ലത്തുമൊക്കെ ധാരാളം ഈ പെന്തക്കോസ്ത് സഭയുടെ ഒരു കേന്ദ്രം എന്ന് പറയുന്നത്, പെന്തക്കോസ്ത് ആ വിഭാഗത്തിൻ്റെ ഒരുപാട് ആൾക്കാരുള്ള സ്ഥലമാണ് ഈ കൊട്ടാരക്കര ആ ഭാഗം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ വോട്ട് സംഘടിപ്പിച്ച് LDFന് നൽകുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഗുണം ചെയ്യുമെന്നൊരു വിഷയങ്ങൾ വെള്ളാപ്പള്ളി നടേശൻ കണ്ടിട്ടുണ്ടാവാം. അപ്പോൾ അത്തരത്തിലുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊക്കെ വെച്ചിട്ട് ഇത്തരത്തിലുള്ള സംഘടനകളിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനവും സംഘടനയും ഒക്കെ ഈ വ്യക്തിപരമായ താല്പര്യത്തിന് നേതാക്കന്മാർ അല്ലെങ്കിൽ സ്ഥാനങ്ങളിൽ വരുന്ന വ്യക്തികൾ ഉപയോഗിക്കുമുണ്ടാകുന്ന ഒരു പോരായ്മയായിട്ടാണ് ഇവിടെ നമ്മൾ ഹല്ലേലൂയ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സംഗതികളൊക്കെ മുഴങ്ങി കേൾക്കുന്ന ആ വീഡിയോ. ഏകദൈവം യേശുവാണ് എന്ന് പറയുന്ന ഒരു രീതിയും കൂടെ ഉണ്ടല്ലോ അവർക്ക്. തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. ഗുരുദേവൻ്റെ വീക്ഷണം അതല്ല. അതിനോട് ഇപ്പം യോജിക്കണമെന്നില്ല. ഇപ്പം അതിനകത്ത് ഇപ്പം ഗുരുദേവൻ പിന്നെ ഏകദൈവം എന്നുള്ളതല്ലല്ലോ എൻ്റെ ഒരു അദ്വൈതമാണ് അദ്ദേഹത്തിൻ്റെ ഒരു സംഗതി എന്ന് പറയുന്നത്. ഇപ്പം വൺ ഗോഡ് എന്നുള്ളതല്ല, മനസ്സിലായല്ലേ? അത് അതിൻ്റെ മനസ്സിലാക്കണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണത്. അപ്പോൾ അത് നമ്മളിവിടെ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ആ ഏകദൈവം എന്നുള്ളൊരു സംഗതിയല്ല, അത് അദ്വൈതമാണ്. അപ്പോൾ ആ അദ്വൈതത്തിനോട് യോജിക്കാത്ത അല്ലെങ്കിൽ അത് വ്യത്യസ്തമായ നിലപാടുന്ന മതങ്ങളുണ്ടാവാം. പക്ഷേ അതിൻ്റെ ആ മതം പറയുന്ന മുമ്പോട്ട് വയ്ക്കുന്ന ഉള്ളടക്കം മനുഷ്യൻ്റെ നവീകരണത്തിന് ഉപകാരപ്രദമാകുമോ ഇല്ലയോ, അതാണ് ഗുരുദേവൻ നോക്കുന്നത്. അതുകൊണ്ടാണ് ഗുരുദേവൻ പറഞ്ഞത് ഈ ചിട്ടയും അച്ചടക്കം ശരിക്കും നിങ്ങൾ മുസ്ലിം പാതിരിമാരെയും അവരുടെ സഭയെയും കണ്ട് പഠിക്കണം എന്ന് ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അച്ചടക്കത്തോടു കൂടി ഈ മതപരമായ കാര്യങ്ങളിൽ അധ്യയനം നടത്തി ചിട്ടയോടുകൂടി അവർ ചെയ്യുന്നു, അവരുടെ വ്യക്തിശുദ്ധി വരുത്തുന്നു, കൃത്യമായ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പാതിരിമാരെയും അതേപോലെ തന്നെ അവരുടെ സഭയെയും കണ്ട് പഠിക്കേണ്ടതാണെന്ന് ഗുരുദേവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് അതിനൊന്നും ഒരു ദോഷം ഉണ്ടായിട്ടില്ല. പക്ഷേ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട സാധനം എന്ത് തരം പരിപാടിക്കാണ് ഇത് കൊടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇതിപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് അതിശയിക്കാനൊന്നുമില്ല. നാളെ ഈ SNDPയുടെ കേരളത്തിലെ ആസ്ഥാനമായ കൊല്ലത്തെ എനിക്ക് തോന്നുന്ന ഹെഡ് ഓഫീസിനോട് ചേർന്നിട്ടുള്ള ഹാളിലാണ് കൊടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. അവിടെ നാളെ ഒരു ബാറിന് അനുമതി അല്ലെങ്കിൽ ഒരു വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞാലും
ഇപ്പം നിലവിലുള്ള സാഹചര്യത്തിൽ ഒട്ടും അതിശയിക്കാനില്ല. വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിലാണ് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. നിശ്ചിതമായ വിമർശനവുമായിട്ടാണ് അദ്ദേഹം ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. വാടക കിട്ടിയാൽ എന്തും ചെയ്യുന്ന എന്ത് അവസ്ഥയിലേക്കും പരിവർത്തനം. ഇപ്പോൾ CPM-കാരെ കണ്ടിട്ടുണ്ട്, അവർ ഈ പ്രാർത്ഥന നടത്താൻ വേണ്ടിയിട്ട് പാർട്ടി ഓഫീസൊക്കെ കൊടുത്ത് വലിയ മതേതരത്വമാണ്. പക്ഷേ ഒരിക്കലും മറ്റ് ഹിന്ദുവിൻ്റെ ഒരു ആവശ്യത്തിനാണെങ്കിൽ ഇതുണ്ടാവില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. പക്ഷേ ഇവിടെ ഹിന്ദുവിൻ്റെ ഒരു പൊതുവായിട്ടുള്ള സ്വത്ത്, അത് SNDP എന്ന് പറയുന്നത് ഇഴവരുടെ മാത്രം സ്വത്തായിട്ടല്ല ഉള്ളത് നിലനിൽക്കുന്നത്. അത് ഹിന്ദുവിൻ്റെ പൊതു സ്വത്താണ്, ഹിന്ദുവിൻ്റെ അവകാശമാണ്. കാരണം ഹിന്ദുവിന് അഡ്രസ്സ് ഉണ്ടാക്കി കൊടുത്ത, ഹിന്ദുവിനെ നേരെ നിൽക്കാൻ പഠിപ്പിച്ച മഹാ ആചാര്യൻ്റെ പേരിലുള്ള ഒരു പ്രസ്ഥാനം കൂടിയാണ്. അപ്പോൾ ആ ഹൈന്ദവതയുടെ, ആ സനാതനധർമ്മത്തിൻ്റെ മൂല്യത്തിനോട് ചേർന്ന് പോകേണ്ട ഒരു രീതി SNDPക്ക് ഇല്ലേ? എനിക്കിപ്പോൾ അതിനകത്ത് പ്രിയൻ്റെ അഭിപ്രായത്തോട് യോജിപ്പില്ല. കാരണം ഹിന്ദുവിൻ്റെ എന്നുള്ള ഒരു ഹിന്ദുവിൻ്റെ സ്വത്തായിട്ടോ അല്ലെങ്കിൽ ഹിന്ദുവിൻ്റെ അഭിമാനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രീനാരായണ ഗുരു മനുഷ്യനെ മനുഷ്യനായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. അത് ഏത് ജാതിയിലാണെങ്കിലും മതത്തിലായാലും മനുഷ്യൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുക, മനുഷ്യനെ നവീകരിക്കുക എന്നുള്ള ഗുരുവിൻ്റെ കാഴ്ചപ്പാട് വളരെ ലളിതമാണ്. നിങ്ങൾ മനുഷ്യൻ, നിങ്ങൾ ഏതായിക്കോട്ടെ, നന്നായ മതി. അപ്പോൾ അവിടെ നടക്കുന്ന ഒരു പ്രക്രിയ അല്ലെങ്കിൽ ആ ഹാളിൽ നടക്കുന്ന ഒരു പരിപാടി മനുഷ്യന് നന്നാവാനുള്ളതാണെങ്കിൽ കൊടുക്കേണ്ട ഒരു കുഴപ്പമില്ല. പക്ഷെ അതല്ലല്ലോ നടക്കുന്നത്. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. ഇതിപ്പോൾ ഇതിൻ്റെ പിന്നിലെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു പൊതു മതേതരത്വ ഒരു ഫ്രെയിം വർക്കുണ്ട്, ഒരു രീതിയുണ്ട്. അതായത് ഒരു തിരുമേനി, ഒരു സന്യാസി, ഒരു മുസ്ലിം പുരോഹിതൻ, ഇവർ 3 പേരും കൂടെ ചേർന്ന് തോളെ കൈയിട്ട് പടമെടുത്ത് പത്രത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ മതേതരത്വമായി എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടാണ് ഇപ്പം കേരള സമൂഹത്തെ പൊതുവെ നയിക്കുന്നത്. അപ്പോൾ അത്രയൊക്കെ മനസ്സിലാക്കാനുള്ള ശേഷിയെ ഈ വെള്ളാപ്പള്ളി ഗണേശനൊക്കെ ഉള്ളൂ. മനസ്സിലായില്ലേ? അദ്ദേഹം ഒരു വ്യവസായിയാണ്. അദ്ദേഹത്തിൻ്റെ വ്യവസായത്തിലെ മുഖ്യനം, അദ്ദേഹത്തിൻ്റെ സമ്പാദ്യത്തിൻ്റെ മുഖ്യ സ്രോതസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കള്ളും മദ്യമൊക്കെ ആയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു നിലവാരത്തിൽ കൂടുതലൊന്നും ഇപ്പോൾ കുമാരനാശായിരുന്ന കസേരയാണെന്നും പറഞ്ഞ് വെള്ളാപ്പള്ളിയിൽ നമ്മൾ പ്രതീക്ഷിക്കരുത്. ഒരിക്കലും നമ്മൾ കാഞ്ഞിരത്തൈയിൽ നിന്നല്ലേ കാഞ്ഞിര മരത്തിൽ നിന്ന് ഒരിക്കലും നമ്മൾ കരിക്കടക്കാനും ശ്രമിക്കരുത്. അത് അടക്കാൻ ശ്രമിക്കുന്നവരുടെ കുഴപ്പമാണത്. അപ്പോൾ അതുകൊണ്ട് നിലവിലുള്ള സാഹചര്യത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ പെന്തക്കോസ്ത് സഭയ്ക്ക് ഇങ്ങനെ സാധനം കൊടുക്കുന്നു, ഇത് പുറത്തേക്ക് വരുന്നു, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിങ്ങനെ വന്നത് ബോധപൂർവ്വം ഇട്ട സാധനമായിരിക്കും അല്ലേ? അപ്പോൾ SNDP യൂണിയൻ്റെ സംസ്ഥാനത്തെ ആസ്ഥാനത്തെ പെന്തക്കോസ്ത് സഭയുടെ ഇത്തരത്തിലുള്ള അദ്ഭുത രോഗശാന്തിക്കുള്ള ഒരു സംഗതിക്കൊക്കെ ഇത് കൊടുത്തിരിക്കുന്നു. ഇഷ്ടംപോലെ സ്ഥലങ്ങൾ കൊല്ലത്ത് പറയുന്നുണ്ട് അല്ലേ? ഇഷ്ടംപോലെ ഹാളുകളുണ്ട്. അപ്പോൾ ഇവിടെ വന്നതിന് പിന്നെ ഒരു രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ടാവും. പെന്തക്കോസ്ത് സഭയെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് വെള്ളാപ്പള്ളി ഗണേശൻ ചിലപ്പോൾ ഒരു നിർദ്ദേശം കിട്ടിയിട്ടുണ്ടാവാം. അങ്ങനെ ഒരു സംഗതി കൊടുത്തിട്ട് ഇതെല്ലാം ഈ PR ഏജൻസികളും ഇങ്ങനെയുള്ള ബുദ്ധിജീവികളൊക്കെയാണല്ലോ നയിക്കുന്ന സാധനം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ PR അല്ലെ ഈ പറഞ്ഞതുപോലെ SNDP യൂണിയൻ്റെ ആൾക്കാർ തന്നെ അങ്ങോട്ട് ചെന്ന് പെന്തക്കോസ്ത് സഭ എടുത്ത് പറഞ്ഞിട്ട് നിങ്ങൾ വേണേൽ വന്ന് വെറുതെ നടത്തിക്കൂ എന്ന് വേണമെങ്കിൽ പറഞ്ഞു കൊടുത്തതുമാകാം. കാരണം ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഈ വെള്ളാപ്പള്ളി ഗണേശനും പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വെള്ളാപ്പള്ളി ഗണേശനെ സ്വാധീനത്തിൽ കൊണ്ടുവന്നിട്ട് ആ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഇടതു മുന്നണിക്ക് വോട്ടുണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമൊക്കെ ആയിരിക്കും. നാളെ വെള്ളാപ്പള്ളി ഗണേശൻ പെന്തക്കോസ്തായാലും അത്ഭുതപ്പെടാനില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത് തന്നെയാണ് അദ്ദേഹത്തിന് ലാഭകരമായ മതം എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം നിലവിലുള്ള ഒരവസ്ഥയിൽ അത് തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് മറിച്ച് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു.